എവ്രിവൺ. ആസ് എ നേഴ്സ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നേഴ്സായാലൊരു പ്രൗഡായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ലാണ്ടായിപ്പോവും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ നേഴ്സസ് ഒരു സ്ട്രൈക്ക് ഓൾറെഡി കഴിഞ്ഞു. ഇനി മാർച്ച് 4 ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇൻസിഡൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആരും ഉണ്ടാവത്തില്ല. സോ ചില കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റിൻ്റെ അടിയിലെ കമൻസ് കണ്ടതാണ്. പൈസ മോഹിച്ചിട്ടാണോ ഈ ജോലിക്ക് വേണ്ടി പോകുന്നതെന്ന്. എന്തർത്ഥത്തിലാണ് ആ വ്യക്തി അങ്ങനെ ചോദിച്ചത്? ആതുര സേവനം മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോകാം, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോകാം. നമ്മുടെ പ്രൊഫഷൻ ഒരു സന്യാസിയായിട്ട്, അതായത് ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ കന്യാസ്ത്രീകൾ അങ്ങനെ അവർ പ്രതിഫലം ആഗ്രഹിച്ച് പോകുന്നവരല്ല, അതിന് പോകാം. പക്ഷേ നമ്മൾ എൻജിനീയറിങ്ങിനും MBBSനും അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകൾ, അങ്ങനെ സിവിൽ കോഴ്സുകൾ, ഏത് കോഴ്സിനും പോകുന്ന പോലെ നേഴ്സിംഗ് ഇസ് എ പ്രൊഫഷൻ, നോബിളായിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അന്നം കഴിക്കാനുള്ളൊരു വഴി കൂടിയാണ് ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആരോടും പറയുന്നില്ല ഞങ്ങളെ മാലാഖമാരെന്ന് വിളിക്കണം, ഞങ്ങൾ അങ്ങനെ താഴ്ന്നു നിൽക്കുന്നവരാണെന്ന്. മാലാഖമാരെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റൽ വിസിറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അത്രയ്ക്കും പ്യുവറായിട്ടുള്ള ഒരു സർവീസിൽ നിന്നും ആ ഒരു സ്നേഹത്തിൽ നിന്നും ആയിരിക്കാം നിങ്ങൾ മാലാഖമാരെന്ന് വിളിക്കുന്നത്, വെൽക്കം ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനമാണ്. നമുക്ക് വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു തൊഴിലുറപ്പ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നുണ്ട് 350 രൂപ. ബംഗാളിൽ നിന്ന് വന്നിട്ട് കൂലിപ്പണി എടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്നുണ്ട് 1200 രൂപ ഡെയിലി വേജസ്. ഒരു നേഴ്സിൻ്റെ സാലറി എത്രയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മളെങ്ങനെ ജീവിക്കേണ്ടത്? കൂലിപ്പണി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അത് ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ്. ഒരു നേഴ്സിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അവർ ഒരു ഷിഫ്റ്റിന് ഒരു 7 മണിക്ക് കയറി കഴിഞ്ഞാൽ ആ 2 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് എന്തുമാത്രം ജോലിയാണ് ചെയ്യുന്നത്, എന്തെല്ലാം ടാസ്ക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര സമയം ബ്രേക്ക് കിട്ടുന്നുണ്ട്? ഇതിനെപ്പറ്റി വല്ലവരും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിൽ ജോലി ചെയ്യുന്നവർക്കും അവിടെ റെഗുലറായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തുന്നവർക്കും അത്യാവശ്യം മനസ്സിലാകും. നമ്മൾ 7 o'clock ഡ്യൂട്ടിക്ക് കയറി 2 മണിക്കെന്ന് പറഞ്ഞാൽ 2 മണി വരെയുള്ള പേ അവർ തരുന്നുള്ളെങ്കിലും 3-3:30 ആകാതെ ഒരു നേഴ്സും വെളിയിലിറങ്ങാറില്ല. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള ½ an hour ബ്രേക്ക്, എല്ലാ ഹോസ്പിറ്റൽസും ബ്രേക്ക് അങ്ങനെ കൊടുക്കാറുമില്ല. ആ ½ an hour ബ്രേക്ക് പോലും സമാധാനത്തോടെ എടുക്കാൻ പറ്റാറില്ല. ഒരു കോഫി ബ്രേക്ക് ഇല്ല, ലഞ്ച് ബ്രേക്ക് ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം നമുക്ക് കോൾ ബെല്ല് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യണം. നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ജോലി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇത് ഓക്കെ, ഇപ്പം എനിക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഇപ്പം എനിക്ക് സമയമില്ല, നെക്സ്റ്റ് ഷിഫ്റ്റുകാർ ചെയ്തോട്ടെ എന്നും പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫ് വെച്ചിട്ടാണ്. ഒരു പേഷ്യൻ്റ് വേദന കൊണ്ട് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ സോറി എനിക്കിപ്പോൾ ടൈമില്ല, അല്ലെ എൻ്റെ ഷിഫ്റ്റ് തീർന്നു, നെക്സ്റ്റ് ഷിഫ്റ്റുകാർ വന്നിട്ട് മെഡിസിൻ തരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മിഷൻ ആണെങ്കിൽ നമുക്കത് പോസ് ചെയ്ത് വെക്കാം, നെക്സ്റ്റ് ഷിഫ്റ്റിൽ റീസ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു ഹ്യൂമൻ ലൈഫ് വെച്ച് നമുക്കങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നേഴ്സുമാരും സ്വന്തം ബ്രേക്ക് മാറ്റി വെച്ചിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. വർക്ക് പ്രഷർ, എന്തുമാത്രം പ്രഷറിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനൊരു നേഴ്സാണ്. ഞാൻ 3 വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ എബ്രോഡ് പോയത്. അപ്പം എനിക്കറിയാം. പിന്നെ എൻ്റെ 8-9 വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തിട്ടുള്ള റിലേറ്റീവ് എനിക്കുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ മാതാവേ, ഞാനാണിത് ചെയ്യുകയല്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ സീനിയേഴ്സിൻ്റെ കോള്, ഡോക്ടേഴ്സിൻ്റെ കോള്, അവർ അതെന്താ ചെയ്യാത്ത, ഇതെന്താ ചെയ്യാത്ത, അത് ചെയ്തോ ഇത് ചെയ്തോ. എന്തുമാത്രം പ്രഷറിലാണെന്നറിയോ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് തൊഴിലാളി വർഗ്ഗ ഗവൺമെൻറ്റാണ്, തൊഴിലാളി വർഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് പറയുന്നത്. എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? ഇത് കഴിഞ്ഞ പ്രാവശ്യം UN ഇപ്പോൾ എന്തായാലും നേഴ്സുമാർക്ക് വേണ്ടി സംസാരിക്കാൻ നല്ലൊരു യൂണിയൻ ഉണ്ട്, യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. ഇത്രയും ചിതറിക്കിടന്ന ഒരു സമൂഹത്തെ കൂട്ടി ഇത്രയൊരു എന്താ പറയുക, ഒരു ധൈര്യം, സംസാരിക്കാൻ ഒരു ധൈര്യം കൊടുത്തതിന് ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് ദം. ഒന്ന് ചിന്തിച്ച് നോക്കണം, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ വേദന കാണാൻ ആരും ഉണ്ടാവുകയല്ലായിരുന്നു. ചിലർ ചോദിക്കുന്നുണ്ട് നമ്മളെല്ലാം സുഖ സൗകര്യങ്ങൾ അന്വേഷിച്ച് പുറത്തോട്ട് പോയവരല്ലേ എന്ന്. ഒരിക്കലും അല്ല. മാന്യമായൊരു സാലറി, മാന്യമായൊരു വരുമാനം, ശമ്പളം നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടിയാൽ ഞങ്ങളാരും വെളിയിൽ പോകത്തില്ല. ആസ് എ പേഴ്സൺ ഞാൻ പോകത്തില്ല. പെരുന്നാൾ കൂടാനും ഉത്സവം കൂടാനും നാട്ടിലെ കല്യാണം, ആദ്യകുർബാന, മാമോദീസ ഇതെല്ലാം കൂടാൻ നമുക്കും ആഗ്രഹമുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ വന്നേക്കുന്നതിൻ്റെ കാരണം സാലറിയാണ്.
ഇവിടെ ചെയ്യുന്ന ജോലിക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, നല്ല റെസ്പെക്റ്റും കിട്ടുന്നുണ്ട്. ആ ഒരു ഡീസൻറ്റ് ലൈഫ് നമുക്ക് നാട്ടിൽ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ആരും വിട്ടുപോരത്തില്ല. കേരളത്തിൻ്റെ യുവത്വം നഷ്ടപ്പെടത്തില്ല. ഇപ്പം എല്ലാ വീടുകളിലും പ്രായമായവർ മാത്രം മിച്ചം വന്നു. നമ്മൾ ആരും ആഗ്രഹിച്ച് സ്വന്തം നാട് വിട്ടുപോയവരല്ല. സാലറി ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്തുകൊണ്ട് ഗവൺമെൻറ് അതിന് നേരെ കണ്ണടച്ചിരിക്കുന്നു? സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന വേതന നിയമം പ്രാബല്യത്തിൽ വരുത്തിയാൽ ഒരു തരത്തിലും കേരള ഗവൺമെൻറ്റിനെ ബാധിക്കുകയില്ല. കാരണം അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എല്ലാ സാലറി കൊടുക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ് കൊടുക്കേണ്ടത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലും ചികിത്സയ്ക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുന്നുണ്ടോ? ചികിത്സാ ചെലവുകൾ ചുരുക്കി ഏതെങ്കിലും ഹോസ്പിറ്റലുകളുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിസ്ചാർജ് സമ്മറി എടുത്ത് നോക്കി, അതിനകത്ത് നേഴ്സസ് പേയ്മെൻറ്റ്, നേഴ്സസ് ചാർജ് എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ പകുതി നേഴ്സുമാർക്ക് സാലറി ആയിട്ട് കൊടുക്കുന്നില്ല. അവരുടെ ലാഭത്തിലോട്ടാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം UNAയുടെ ഇതിനൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അടിയിലൊരു ചേട്ടൻ കമൻറ്റ് ചെയ്തേക്കുന്നതാണ്, നിങ്ങൾക്ക് ഇനി എന്നൊരു സാലറി കൂട്ടി തന്നിട്ട് വേണം പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് പിഴിഞ്ഞ് മേടിക്കാൻ. നിങ്ങൾക്ക് സാലറി കൂട്ടി തരാനാണെങ്കിൽ പിന്നെ എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ഈ പാവപ്പെട്ട നഴ്സുമാർക്ക് ജീവിക്കണ്ടേ? നമുക്ക് ഫ്രീ ആയിട്ടൊരു സേവനം ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല, ഗവൺമെൻറ് പോലും ചിന്തിക്കുന്നില്ല. മാർച്ച് 4-ാം തീയതി നടക്കുന്ന സ്ട്രൈക്കിന് ഫുൾ സപ്പോർട്ടും കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ നഴ്സുമാർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവട്ടെ. കാരണം എല്ലാവരും ജീവിക്കുന്നത് പോലെ ഡീസൻ്റായിട്ട് ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ് നഴ്സസ്. പക്ഷേ ചെയ്യുന്ന തൊഴിലിന് മാന്യമായ ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം സിസ്റ്റത്തെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. സിസ്റ്റം ശരിയല്ല. സിസ്റ്റം ശരിയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു സ്ട്രൈക്കിംഗ് കൊണ്ട് പാവപ്പെട്ട ഈ ഒരു ജനത ഇറങ്ങേണ്ട വരത്തില്ലായിരുന്നു. അതിനെപ്പറ്റി നമ്മളെല്ലാവരും ശക്തമായിട്ട് ചിന്തിച്ചാൽ പറ്റുക. കാരണം കേരളത്തിൽ ഒരു കുടുംബത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു നഴ്സെങ്കിലും ഉണ്ട് ഇപ്പം, അല്ലേ? അപ്പം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആതുര സേവനം മാത്രമല്ല നഴ്സിങ്ങിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട രോഗികളെ സ്നേഹപൂർവ്വം സ്വന്തം വീട്ടുകാർ നോക്കുന്ന പോലെ നോക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും കടമയും സ്നേഹവും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ സ്വന്തം വീട്ടുകാരെയും ഫുഡ് കൊടുക്കണം, ഞങ്ങൾക്ക് അവരെയും നല്ല രീതിയിൽ നോക്കണം. അതിന് ഞങ്ങൾക്ക് വരുമാനമില്ലാതെ നടക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾക്ക് ശമ്പളം തന്നേ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു ബംഗാളി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പരിഗണനയൊക്കെ നഴ്സുമാർക്ക് കൊടുക്ക്. ഈ നഴ്സസ് ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളെ ആര് നോക്കും? ഈ ഹോസ്പിറ്റൽസ് എങ്ങനെ റൺ ചെയ്യും? ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ഒരു വർക്കിംഗ് ഡേയ്സ്, ഒരു വർക്കിംഗ് അവറോ ബ്ലോക്ക് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഈ സ്ട്രൈക്കിലോട്ട് ഇറങ്ങുന്നത്. നേരത്തെ ഇൻഫർമേഷൻ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ പോലും ആ പ്രവർത്തനത്തെ നമ്മൾ ബാധിപ്പിക്കുന്നില്ല. അത്രയും നല്ല രീതിയിലാണ് നഴ്സസ് ഇറങ്ങുന്നത്. സോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തായാലും നഴ്സസിന് വേണം. കാരണം ഒരുപാട് പേരുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നഴ്സസായിട്ട്. അതുപോലെ തന്നെ നഴ്സസ് യൂണിയനിൽ അംഗത്വം എടുത്താൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കും, ഭീകരമായ ബുള്ളിങ് നേരിടേണ്ടി വരും എന്നുള്ള ഒരു എന്താ പറയുക അലിഖിതമായിട്ടുള്ള ഒരു ഭീഷണിയും നേരിടുന്ന നഴ്സസ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില ഹോസ്പിറ്റൽസിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ, എടുത്തു പറയട്ടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽസിൽ ഇപ്പോഴും അങ്ങനെയുണ്ട്. യൂണിയനിൽ ചേരാൻ ആൾക്കാർക്ക് പേടിയാണ്. കാരണം അങ്ങനെയുള്ളവരെ സ്പെഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യും. ഈ ഭയങ്കര ബുള്ളിങ് അങ്ങനെ മാനസികമായിട്ട് തളർത്തിയിട്ടിട്ടുണ്ട്. സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും മെയിൻലി പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവിൻ്റെ ഭാഗത്തുനിന്നുമുള്ള ബുള്ളിങ് സഹിച്ചിട്ടാണ് ഒരുപാട് നഴ്സുമാർ ജോലി ചെയ്യുന്നത്. ഡിസ്ചാർജ് വൈകിയാൽ, അഡ്മിഷൻ വൈകിയാൽ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വൈകിയാൽ, ICUയിലെ എക്യുപ്മെൻറ്റ്സിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ എല്ലാത്തിനും നഴ്സുമാരാണ്. കാരണം നിങ്ങൾ ഫസ്റ്റ്ലി അപ്രോച്ച് ചെയ്യുന്ന ഒരു നഴ്സിനെയാണ്. നിങ്ങൾക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം കൺസൾട്ടൻറ്റിൻ്റെ അടുത്തോട്ടല്ല പോകുന്നത്, നമ്മളൊരു നഴ്സിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. സിസ്റ്റർ ഇതുണ്ടോ അതുണ്ടോ ഇതെന്താ. അപ്പോൾ ബുള്ളിങ് ആദ്യം വരുന്നത് നമുക്കാണ്. അപ്പോൾ സീനിയർ മാനേജ്മെൻറ്റ് തൊട്ട് താഴെ ലെവലിലുള്ളവർ വരെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന നഴ്സുമാരെ. അപ്പോൾ ഒരു മാന്യമായൊരു ശമ്പളവും ഡീസൻ്റായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനും കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് നെസസറി എന്താ പറയുക അതൊരു ആവശ്യമാണ്, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യമാണ്. അത് ഇപ്പം ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമല്ല, അത് അറിഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പാവപ്പെട്ട നഴ്സുമാരെ സപ്പോർട്ട് ചെയ്തേ മതിയാകത്തുള്ളൂ. മാർച്ച് 4-ാം തീയതി നടക്കാൻ പോകുന്ന സ്ട്രൈക്കിന്, സെക്രട്ടേറിയറ്റ് മാർച്ചിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.
ഇത്രയും വർഷം നടക്കാതിരുന്ന അല്ലെ ഫൈറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് സാലറി ഇൻക്രിമെൻസിലും അല്ലെ ബേസിക് അമ്യൂണിറ്റീസിനും ഒരു ഡിസിഷൻ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറന്ന് തൊഴിലാളി വർഗത്തെ അംഗീകരിക്കുന്ന അല്ലെ തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാർക്ക് കണ്ണ് തുറക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു.